അമ്മയായതിൻ്റെ സന്തോഷത്തിലാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ. നിയോം എന്ന പേരാണ് കുഞ്ഞിൻ്റെ പേര്. ഓമി എന്നാണ് ഓമന പേര്. തമിഴ് റൊമാന്റിക് സിനിമയുടെ ആരാധികയാണ് ദിയ. അതുപോലൊരു സന്തോഷകരമായ ജീവിതമാണ് ദിയ എന്നും ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ചേച്ചി അഹാന കൃഷ്ണയ്ക്ക് മുമ്പേ വിവാഹിതയായതും. തൻ്റെ സ്വപ്നങ്ങൾ സഫലമായതിൻ്റെ സന്തോഷത്തിലാണ് ദിയ കൃഷ്ണ. തന്നെ മനസ്സിലാക്കുന്ന പങ്കാളി, ആഗ്രഹിച്ച പോലെ കുടുംബജീവിതം, ബിസിനസ്സുകാരിയും ഇൻഫ്ലുവൻസറുമായുള്ള വളർച്ച തുടങ്ങിയ ദിയയ്ക്ക് ഇന്നും സന്തോഷത്തിന് ഏറെയുണ്ട്. കുഞ്ഞിൻ്റെ മുഖം ഇതുവരെയും ദിയ ആരാധകരെ കാണിച്ചിട്ടില്ല. കുഞ്ഞിൻ്റെ പുതിയ വിശേഷം പങ്കിട്ടിരിക്കുകയാണ് ദിയ കൃഷ്ണ. കുഞ്ഞിന് ആദ്യമായി ഓയിൽ ബാത്ത് ചെയ്യുന്നതാണ് ദിയ പറയുന്നത്. കുഞ്ഞിൻ്റെ മുഖം കാണാൻ ആരാധകർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ദിയയുടെ ബ്ലോഗുകൾക്ക് താഴെ മുഖം കാണിക്കാത്തതിലെ പരിഭവം ചില പങ്കുവയ്ക്കുന്നുമുണ്ട്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ സ്റ്റാർ സിക്സ് പേളിമണിയുടെ മക്കളാണ്. ഈ സ്ഥാനത്തേക്ക് ദിയയും കുഞ്ഞും എത്തും എന്ന് ഉറപ്പാണ്. പ്രണയം, വിവാഹം, ഗർഭിണിയായത്, കുഞ്ഞിൻ്റെ ജനനം തുടങ്ങി എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവച്ച ഇൻഫ്ലുവൻസറാണ് ദിയ. കുഞ്ഞിൻ്റെ മുഖം വൈകാതെ എല്ലാവരും കാണിക്കുമെന്ന് ഉറപ്പുമാണ്. ദിയ കൃഷ്ണയുടെ ഡെലിവറി ബ്ലോഗ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. എല്ലാവിധ സൗകര്യങ്ങളോടും സ്വകാര്യ ആശുപത്രിയിൽ വീട്ടുകാരുടെ സമീപത്ത് ദിയയ്ക്ക് കുഞ്ഞിന് ജന്മം നൽകി. ദിയയ്ക്ക് ലേബർ റൂമിൽ വീട്ടുകാരുടെ സാമീപ്യം ലഭിച്ചത് നിരവധി പേർ ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഡെലിവറി ബ്ലോഗറാണ് എന്നാണ് അഭിപ്രായങ്ങൾ. ദിയയ്ക്ക് ലഭിച്ചത് അത്രയും പരിചരണവും സ്നേഹവും പ്രസവ സമയത്ത് പല സ്ത്രീക്കും ലഭിച്ചിട്ടില്ലെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി. തൻ്റെ വിവാഹവും പ്രസവവും എങ്ങനെ വേണമെന്ന് ദിയ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ്. ഭർത്താവും വീട്ടുകാരും പ്രസവ സമയത്ത് ഒപ്പം നിലനിൽക്കണമെന്ന ദിയയുടെ ആഗ്രഹം സഫലമായി. വൈകാരിക നിമിഷങ്ങൾ ചേച്ചി അഹാന ക്യാമറയിൽ പകർത്തി. ലക്ഷക്കണക്കിന് പേരാണ് വ്ലോഗ് കണ്ടത്. ഇനി കുഞ്ഞിൻ്റെ ഓരോ ചടങ്ങുകളും വ്ലോഗിലൂടെ ആരാധകരുടെ മുന്നിലെത്തും. ഓമിയുടെ പിന്നാലെയാണ് താരകുടുംബവും മുഴുവൻ. കുടുംബത്തിൻ്റെ ഐക്യവും സ്നേഹവും ഏവരും ചൂണ്ടിക്കാട്ടുന്നു. ഒരു പക്ഷേ കുഞ്ഞുമായി ദിയ കൃഷ്ണ സ്വന്തം ഫ്ലാറ്റിലേക്ക് മാറിയേക്കും. പ്രസവം വരെയും ദിയ ഭർത്താവിനോടൊപ്പം സ്വന്തം ഫ്ലാറ്റിലാണ് കഴിഞ്ഞിരുന്നത്. ഇതേക്കുറിച്ച് അമ്മ സിന്ധു കൃഷ്ണ സംസാരിച്ചിരുന്നു. ഡെലിവറിക്ക് തൊട്ട് മുന്നേ മോൾ വീട്ടിൽ വന്ന് നിൽക്കുകയാണോ അതോ ഫ്ലാറ്റിലാണോ എന്ന് എല്ലാവരും ചോദിച്ചു. ദിയ അവളുടെ ഫ്ലാറ്റിൽ തന്നെയാണ് നിന്നത്. തൊട്ടടുത്താണ് ഫ്ലാറ്റ്. അവിടേക്ക് ഓസിക്കിഷ്ടം. ഞങ്ങളുടെ വീട് കുറേ ആൾക്കാരുള്ള സ്ഥലമാണല്ലോ. അവിടെ അവർക്ക് സ്വകാര്യതയില്ലാതാവും. കാർ എടുത്ത രണ്ടാമത്തെ മിനിറ്റ് തന്നെ ഫ്ലാറ്റിൽ എത്തുകയും സിന്ധുകൃഷ്ണ പറഞ്ഞു. അതേസമയം പ്രസവശേഷം പരിചരണം വേണ്ടതിനാൽ ദിയ പെട്ടെന്ന് ഫ്ലാറ്റിലേക്ക് മടങ്ങുമോ എന്ന് വ്യക്തവുമല്ല.